ദൈവം നമുക്ക് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ അവിടുന്ന് ശക്തനാണ്. ദൈവത്തിൻ്റെ കൃത്യസമയത്ത് അത് നമ്മിൽ നിറവേറും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വാഗ്ദത്തം തന്നത് ദൈവമാണ്. ഒരു പക്ഷേ മനുഷ്യർ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് നമ്മെ പറ്റിച്ചിട്ടുണ്ടാവാം. പക്ഷേ ദൈവം തരുന്നതാണെങ്കിൽ അവൻ നമ്മെ ഒരിക്കലും പറ്റിക്കില്ല. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തു തീർക്കേണ്ടതായ ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവം കരുതിയിട്ടുണ്ടാവാം. അത് നമ്മളെ ദൈവം പല വിധത്തിൽ അറിയിക്കും. നമ്മൾ വചനം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രവചന ശബ്ദത്തിലൂടെയോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായി സമയം ചെലവഴിക്കുമ്പോഴോ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നതായിരിക്കാം. പക്ഷേ ആ അറിയിച്ചത് വൈകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത്. ദൈവം പഴയ നിയമത്തിൽ പൂർവ്വപിതാവായ അബ്രാഹത്തിന് വാഗ്ദത്തം കൊടുത്തിട്ട് അത് നിറവേറാൻ 25 വർഷം എടുത്തു. പക്ഷേ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവൻ്റെ നീതീകരണത്തിന് കാരണമായി. അതുപോലെ യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അവിടെ ലാസർ മരിച്ചിട്ട് 3-ാം ദിവസമാണ് യേശു അവിടേക്ക് ചെല്ലുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ലാസർ മരിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്നിരുന്നുവെങ്കിൽ രോഗിയായ ലാസറിനെ അവൻ സുഖപ്പെടുത്തി എന്നതാണ് ജനങ്ങൾ കാണുക. പക്ഷേ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് യേശു അവിടെ ചെന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളും ഇതുപോലെ വൈകുന്നത് നമ്മിലും യേശുവിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. സങ്കീർത്തനങ്ങൾ 145-ാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാണ്. അവിടെ സങ്കീർത്തകനായ ദാവീദ് പറയുന്നു, ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ഹൃദയപരമാർത്ഥതയോടെ ആണ് എങ്കിൽ അവിടുന്ന് തൻ്റെ ഭക്തർക്ക് സമീപസ്ഥനാണ് എന്നാണ്. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുമെന്ന് ദാവീദ് പറയുന്നു. ദൈവത്തെ വിശ്വാസമില്ലാതെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അവിശ്വാസികൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് അല്പവിശ്വാസികൾക്കും. അവരുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഏതു പ്രതിസന്ധിയിലും തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കളെയാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന അബ്രാഹാം അവിടുത്തെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. മക്കളില്ലാതിരുന്ന അവന് 100-ാം വയസ്സിൽ ദൈവം ഒരു മകനെ നൽകി. ദൈവം അവനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്. അബ്രാഹാം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചതുകൊണ്ട് അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നാം ജോസഫിനെ കാണുന്നുണ്ട്. അവൻ്റെ സഹോദരർ അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോഴും ദൈവത്തിന് അവനെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചതുകൊണ്ട് അവൻ ഈജിപ്തിലെ ഭരണാധികാരിയായി തീർന്നു. നമ്മളും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നും പുറത്തു വരാതെ അതിൽ തന്നെ പെട്ടു നമ്മുടെ ജീവിതം നശിക്കുമെന്ന തെറ്റായ ധാരണകൾ സാത്താൻ നമുക്ക് തരും. പക്ഷേ അപ്പോഴും അതിൽ വീഴാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. പഴയ നിയമത്തിൽ നാം ദാവീദിനെ കാണുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു. ഗോലിയാത്തുമായുള്ള യുദ്ധത്തിൽ അവൻ ശക്തനായ ഗോലിയാത്തിനെ, അതും എല്ലാവരും പേടിച്ചു നിന്നവനെ പരാജയപ്പെടുത്തിയത് വെറുമൊരു കല്ലും കവണയും ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് എന്ന് പറഞ്ഞാണ്. കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. പിന്നീട് അവൻ ശക്തനായ ഒരു രാജാവായി തീർന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തിൽ നോക്കാൻ നമുക്ക് കഴിയണം. കാരണം ദൈവത്തിനെ അതൊക്കെ പരിഹരിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഒരു നിമിഷം മതി എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കൃതജ്ഞത ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും, അതിപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിലും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മെ കെട്ടിവരിഞ്ഞിരിക്കുന്ന സാത്താൻ്റെ നുകങ്ങൾ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. നമ്മൾ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവം നമ്മോട് കരുണ കാണിച്ച് നമ്മെ മാടി വിളിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടുത്തെ ശക്തിയിൽ വിശ്വസിക്കുക എന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റിയും അവിടുത്തെ കാരുണ്യത്തെപ്പറ്റിയും മറ്റുള്ളവരോട് പ്രഘോഷിക്കുമ്പോൾ അവിടുത്തെ കൃപ നമുക്ക് ലഭിക്കും. എന്തു പ്രതിസന്ധിയിലും അവിടുത്തെ മഹത്വപ്പെടുത്താനും അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും.